ഇരുട്ടിനൊരു സ്വാധീനമുണ്ട്, ഇരുട്ടിനൊരു അധികാരമുണ്ട്, ഇരുട്ടിനൊരു ശക്തിയുണ്ട്. നിങ്ങൾ ഇന്ന് രാത്രിയിൽ വാഹനം ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങളുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓഫായി പോയാൽ ആ ഇരുട്ട് നിലനിൽക്കുന്ന കാരണം കൊണ്ട്, ലൈറ്റ് ഓഫായ കാരണം കൊണ്ട് നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. ഒരു മനുഷ്യനും ഇരുട്ടത്ത് വേഗത ഉണ്ടാകത്തില്ല. ഇരുട്ട് നിങ്ങളുടെ വേഗതകളെ കുറയ്ക്കുന്നതാണ്. ഇരുട്ട് നിങ്ങളുടെ നന്മകളെ തടയുന്നതാണ്. കൂരിരുട്ടുകൾ, അന്ധകാരങ്ങൾ വേഗതകളെ തടയുന്നു, നന്മകളെ മറച്ചു കളയുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ പൈശാചിക ലോകം, ഇരുട്ടിന്റെ ലോകം മറച്ചു കളഞ്ഞ യേശു ക്രിസ്തുവാകുന്ന വെളിച്ചത്തിന്റെ മുൻപിൽ അഴിഞ്ഞു മാറുകയാണ്. യേശു കർത്താവ് എവിടെ കടന്നു വരുന്നു അവിടെ ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ തന്നെ തകർന്നു മാറും. ഇതൊരു സാധാ പ്രകാശമല്ല, ഇതൊരു അത്ഭുത പ്രകാശമാണ്. വാ തുറന്ന് പറഞ്ഞ് യേശു ഒരു അത്ഭുത പ്രകാശമാണ്. എത്ര തകർന്നവനും വിജയിക്കുന്ന അത്ഭുത പ്രകാശം, എത്ര പരാജിതനും വിജയിക്കുന്ന അത്ഭുത പ്രകാശം. യേശു ആകുന്ന അത്ഭുത പ്രകാശത്തിൽ വന്നവരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അറിയിക്കുന്നു, നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റും. വെളിച്ചത്തിന്റെ രാജ്യവും ഇരുട്ടിന്റെ രാജ്യവും, ദ കിങ്ഡം ഓഫ് ലൈറ്റ് ആൻഡ് ദ കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്. കൊലോസ്യർ 1:13 നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിക്കുന്നു. ഇരുട്ടിന്റെ അധികാരങ്ങളിൽ നിന്ന്, ഇരുട്ടിന്റെ ഇൻഫ്ലുവൻസുകളിൽ നിന്ന്, ഹല്ലേലൂയ, ഡാർക്ക്നെസ്സിൽ നിന്ന് നമ്മെ വിടുവിച്ച യേശു കർത്താവാകുന്ന ലോകത്തിന്റെ വെളിച്ചത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നതൊരു മതസ്ഥാപിതനായിട്ടല്ല. യേശു കർത്താവിനെ പിതാവായ ദൈവം ഈ ഭൂമിയിൽ അയച്ചത് ഒരു സംഘടനയുടെ നേതാവോ ക്രിസ്ത്യാനിറ്റിയുടെ നേതാവോ മതസ്ഥാപകനോ ആയിട്ടല്ല. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം പറയുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. ഇരുട്ടിനൊരു സ്വാധീനമുണ്ട്, ഇരുട്ടിനൊരു അധികാരമുണ്ട്, ഇരുട്ടിനൊരു ശക്തിയുണ്ട്. നിങ്ങൾ ഇന്ന് രാത്രിയിൽ വാഹനം ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങളുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓഫായി പോയാൽ ആ ഇരുട്ട് നിലനിൽക്കുന്ന കാരണം കൊണ്ട്, ലൈറ്റ് ഓഫായ കാരണം കൊണ്ട് നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. ഒരു മനുഷ്യനും ഇരുട്ടത്ത് വേഗത ഉണ്ടാകത്തില്ല. ഇരുട്ട് നിങ്ങളുടെ വേഗതകളെ കുറയ്ക്കുന്നതാണ്. ഇരുട്ട് നിങ്ങളുടെ നന്മകളെ തടയുന്നതാണ്. കൂരിരുട്ടുകൾ, അന്ധകാരങ്ങൾ വേഗതകളെ തടയുന്നു. യേശു കർത്താവ് എവിടെ കടന്നു വരുന്നു അവിടെ ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ തന്നെ തകർന്നു മാറും. ഒരിക്കലും വെളിച്ചം വരുമ്പോൾ ഇരുട്ടിനോട് പോകാൻ പറയേണ്ട ആവശ്യമില്ല. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് തനിയെ മാറിപ്പോകും. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് തനിയെ മാറിപ്പോകും. നിങ്ങൾക്കറിയാമോ, യേശു ഒരു കുടുംബത്തിൽ വന്നാൽ ആ കുടുംബം വെളിച്ചമാകും. യേശു ഒരു ദേശത്തിൽ വന്നാൽ ആ ദേശം വെളിച്ചമാകും. യേശു ഒരു സഭയിൽ വന്നാൽ ആ സഭ വെളിച്ചമാകും. സ്വർഗം വെളിച്ചമായിരിക്കുന്നതിന്റെ കാരണം, സ്വർഗം വെളിച്ചമായിരിക്കുന്നതിന്റെ കാരണം യേശുവിന്റെ പ്രസൻസ് ആണ്. നരകം ഇരുട്ടായി പോയതിന്റെ കാരണം യേശുവിന്റെ ആബ്സെൻസ് ആണ്. യേശു നിന്നിൽ വന്നാൽ നിന്റെ വീടൊരു നരകമാകത്തില്ല, നിന്റെ വീടൊരു സ്വർഗമായി തീരും. യേശു നിന്റെ കുടുംബത്തിൽ വന്നാൽ നിന്റെ കുടുംബം ഒരു നരകമാകത്തില്ല, നിന്റെ കുടുംബം ഒരു സ്വർഗമായി തീരും. യേശു നിന്റെ തലമുറയിൽ വന്നാൽ നിന്റെ തലമുറകൾ നരകതുല്യമാകത്തില്ല, നിന്റെ തലമുറകൾ വെളിച്ചമായി തീരും. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ വചനം പറയുന്നത്, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, 10,000-കണക്കിന് പ്രതിസന്ധി ഉണ്ടെങ്കിൽ, ആയിരക്കണക്കിന് ചോദ്യത്തിനും 10,000-കണക്കിന് പ്രതിസന്ധിക്കും ഒറ്റ ഉത്തരമേ ഉള്ളൂ, I am the light of the world. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞാൻ ഇതിൽ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം, യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പക്ഷേ യേശു പറഞ്ഞത് ഞാൻ മാത്രമല്ല വെളിച്ചം. തന്റെ അരികിൽ വന്ന ശിഷ്യന്മാരോട്, തന്റെ അരികിൽ വന്ന മക്കളോട് അവൻ പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. You are the light of the world. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നിങ്ങളകത്ത് കത്തിയ യേശുവാകുന്ന വെളിച്ചം, വഴിയാകുന്ന, സത്യമാകുന്ന, ജീവനാകുന്ന ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ സമാധാനം നൽകുന്ന, സ്വസ്ഥത നൽകുന്ന, വിടുതൽ നൽകുന്ന, എത്ര പരാജിതനെയും ജയാളിയാക്കി മാറ്റുന്ന, എത്ര തകർന്നവനെയും പണിതുയർത്തുന്ന, എത്ര പരാജിതനെയും വിജയിപ്പിക്കുന്ന യേശുവാകുന്ന വെളിച്ചം.
എത്ര പേർ പറയും ഐ ആം ഇൻ ദാറ്റ് ലൈറ്റ്? ഞാൻ ആ വെളിച്ചത്തിലാണ് ആയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇരുട്ടിലല്ല. ഒരിക്കൽ ഞാൻ ഇരുട്ടിലായിരുന്നു, ഒരിക്കൽ ഞാൻ പ്രതിസന്ധിയിലായിരുന്നു, ഒരിക്കൽ ഞാൻ പാപത്തിലായിരുന്നു, ഒരിക്കൽ ഞാൻ തകർച്ചയിലായിരുന്നു. 2 പത്രോസിന്റെ ലേഖനത്തിൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, 1 പത്രോസ് 2:9, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഇതൊരു സാധാ പ്രകാശമല്ല, ഇതൊരു അത്ഭുത പ്രകാശമാണ്. വാ തുറന്ന് പറഞ്ഞ്, യേശു ഒരു അത്ഭുത പ്രകാശമാണ്. എത്ര തകർന്നവനും വിജയിക്കുന്ന അത്ഭുത പ്രകാശം, എത്ര പരാജിതനും വിജയിക്കുന്ന അത്ഭുത പ്രകാശം. യേശു ആകുന്ന അത്ഭുത പ്രകാശത്തിൽ വന്നവരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അറിയിക്കുന്നു, നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റും.